ഇന്ന് രാവിലെ തന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ട് നല്ല കറുത്ത ആവോലി കിട്ടി. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഷെഫ് സുരേഷ് പിള്ള സാറിൻ്റെ ഗോഡ്സ് ഓൺ പൊംബ്ലേറ്റ് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഈ ആവോലി നമുക്ക് എന്ത് ചെയ്യാം, മസാല തേച്ച് പിടിപ്പിക്കാം. നല്ല ആവോലിയായിരുന്നു കേട്ടോ, വലുതാണ്, അത്യാവശ്യം വലുതാണ്. എനിക്ക് കയ്യിൽ അത് പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമുക്ക് നല്ല ഫ്രൈ ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ഒതുങ്ങി കിട്ടും. നമുക്ക് നന്നായിട്ട് മസാലയും തേക്കാം, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എരിവ് വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ മസാല തേച്ച് മാറ്റി വയ്ക്കുക. ഓക്കെ, ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് പുറത്തെടുത്ത് 10 മിനിറ്റ് വെളി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഓക്കെ, അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് മുളക്, ഇഞ്ചി, കറിവേപ്പില. ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിടുക. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ എണ്ണയ്ക്കകത്ത് നല്ല വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഫ്രൈ ചെയ്യുക, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു 2-3 പീസും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില ഇടുക. കറിവേപ്പിലയാണ് അതിൻ്റെ ഒരു ഭംഗി. അതിന് ശേഷം മീൻ ഫ്രൈ ആയിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അത് ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മൾ നടുവേകീറിയ പച്ചമുളക് ഇടുക. ഒരു 5-6 പച്ചമുളക് ഇട്ടുള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കറിവേപ്പില ഇടുക. എന്നിട്ട് അത് തിളയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ മീൻ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോയി, നമ്മൾ എടുത്തപ്പോൾ അത് ചെറുതായിട്ടൊരു പ്രശ്നം വന്നു. എന്നാലും നല്ല ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളത് കുരുമുളകാണ് ഇതിനകത്ത് ഇടേണ്ടത്. ഏകദേശം ഫിഷ് നിർവാണ പോലെ തന്നെയാണ്, പക്ഷേ വാഴയില ഇല്ലാതെ തന്നെ നമുക്കിങ്ങനെ ഉണ്ടാക്കാം. ഇത് മറിച്ചിടണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നതാണ്. മൂടി വെച്ച് വേവിക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു പുതിയൊരു റെസിപ്പി തന്ന നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള സാറിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, സത്യം പറയാമല്ലോ, അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ കൊച്ചിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.